കേൾവിക്കുറവിനുള്ള ഒരു ശാശ്വത പരിഹാരം ഒരിക്കലും ആവുന്നില്ല. മുന്നേ പറഞ്ഞ പോലെ തന്നെ എത്ര ശതമാനം കേൾവിക്കുറവുണ്ടെന്ന് നോക്കി നമ്മൾ വാങ്ങിക്കുന്ന ഹിയറിംഗ് എയ്ഡ് നമുക്ക് അനുയോജ്യമായതാണോ, നമ്മളുടെ കേൾവിക്കുറവിന് അനുയോജ്യമായതാണോ എന്നുള്ളതാണ് ആദ്യം കണ്ടെത്തേണ്ടത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നാദം ഹിയറിംഗ് പ്ലസ് ഹിയറിംഗ് എയ്ഡ് സെന്ററിലെ ചീഫ് ഓഡിയോളജിസ്റ്റ് മിസ്റ്റർ ദീപക് ടർച്ചറാണ് കൂടെയുള്ളത്. സാർ, ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യമായി ചോദിക്കാനുള്ളത്, പണ്ടത്തെ ഹിയറിംഗ് എയ്ഡിനെ അപേക്ഷിച്ച് ഇന്നത്തെ ഹിയറിംഗ് എയ്ഡുകളിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ടെക്നോളജി വികസിക്കുന്നതിനനുസരിച്ച് ധാരാളം മാറ്റങ്ങൾ ഹിയറിംഗ് എയ്ഡ് ടെക്നോളജിയിലും വന്നിട്ടുണ്ട്. പണ്ട് പ്രധാനമായിട്ടും അനലോഗ് ഹിയറിംഗ് എയ്ഡ്സ് ആയിരുന്നു വിപണിയിൽ ഉണ്ടായിരുന്നത്. അതായത് കേൾവിക്കുറവിൻ്റെ തോതിനനുസരിച്ച് അഡ്ജസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്ത പഴയ ഉപകരണങ്ങളാണ് അനലോഗ് ഹിയറിംഗ് എയ്ഡ്സ്. പക്ഷേ ഈ ടെക്നോളജി വികസിച്ച ഫലമായിട്ട് ഇപ്പോൾ എല്ലാ ഹിയറിംഗ് എയ്ഡും ഡിജിറ്റൽ ടെക്നോളജിയിലേക്ക് മാറിയിട്ടുണ്ട്. ഒരു പേഷ്യൻ്റെ കേൾവിക്കുറവിനനുസരിച്ച് എത്ര ശതമാനം കേൾവിക്കുറവുണ്ടോ അത്രയും അനുസരിച്ച് അതിൻ്റെ പവർ വർദ്ധിപ്പിച്ച് ചെവിയിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഹിയറിംഗ് എയ്ഡുകളുണ്ട്. പിന്നെ ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡിൻ്റെ ഒരു പ്രത്യേകതയാണ് നോയിസ് ക്യാൻസലേഷൻ എന്ന് പറയും. അതായത് ചുറ്റുപാടുമുള്ള അൺവാണ്ടഡ് സൗണ്ട്സ്, അതിനാണല്ലോ നമ്മൾ നോയിസ് ബഹളം എന്ന് പറയുന്നത്, അതൊക്കെ തിരിച്ചറിഞ്ഞ് അതിനെയൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടെക്നോളജികളുണ്ട്. വിൻ നോയിസ് റിഡക്ഷൻ, നോയിസ് ക്യാൻസലേഷൻ, ഇതുപോലെയുള്ള പലതരം ടെക്നോളജികൾ ഇപ്പം ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡിൽ അവൈലബിൾ ആണ്. ഇന്ന് നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺസ് ഉപയോഗിക്കുന്നവരാണ്. ഹിയറിംഗ് എയ്ഡ് ഫോണുമായി ബന്ധിപ്പിക്കാൻ പറ്റുമോ? ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും സാധാരണയായിട്ട് ഇപ്പം പൊതുവെ എല്ലാവരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളെല്ലാം ഒരു സ്മാർട്ട് യുഗത്തിലാണ് ജീവിക്കുന്നത്. സ്മാർട്ട് ഡിവൈസസ്, മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, സ്മാർട്ട് ടി വികളായിക്കോട്ടെ, ലാപ്ടോപ്പുകളായിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് ഹിയറിംഗ് എയ്ഡുമായിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കും. അതായത് ആൻഡ്രോയിഡിലോ അല്ലെങ്കിൽ ആപ്പിൾ ഓഎസിലോ വിൻഡോസോ മാക്കോ പോലത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ നമുക്ക് ഹിയറിംഗ് എയ്ഡുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. ഈ ഉദാഹരണത്തിന് മൊബൈൽ ഫോണിൽ നമ്മൾ എന്തെങ്കിലും വീഡിയോസ് കാണുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രീമിംഗ്, ഇപ്പം ഓൺലൈൻ സ്ട്രീമിംഗ് സാധ്യമാണ്, വയർലെസ് കണക്ടിവിറ്റി സാധ്യമാണ്. നമ്മൾ ഫോൺ ചെയ്യുന്നതൊക്കെ കേൾവിക്കുറവുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. ഫോൺ ചെയ്യുമ്പോൾ ക്ലാരിറ്റി കുറയും എന്നുള്ളത്, അതൊക്കെ നമുക്ക് ഇതുവഴി മറികടക്കാൻ സാധിക്കും. ഫോണും ഹിയറിംഗ് എയ്ഡുമായിട്ട് ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന കോളുകളൊക്കെ നമുക്ക് ഹിയറിംഗ് എയ്ഡ് വഴി ആൻസർ ചെയ്യാനും ഹിയറിംഗ് എയ്ഡ് ത്രൂ തന്നെ നമുക്ക് സംസാരിക്കാനും സാധിക്കും. ഇതുപോലുള്ള നൂതനമായിട്ടുള്ള ടെക്നോളജികളൊക്കെ ഇപ്പം ലഭ്യമാണ്. ഇത് കൂടാതെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന പലതരം ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഹിയറിംഗ് എയ്ഡ് നിർമ്മിക്കുന്ന കമ്പനികൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻസ് മുഖാന്തരം മൊബൈൽ ഫോണിലൂടെ നമുക്ക് ഹിയറിംഗ് എയ്ഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് ഹിയറിംഗ് എയ്ഡിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന പലതരം പ്രോഗ്രാമുകൾ സെലക്ട് ചെയ്യാൻ, ഹിയറിംഗ് എയ്ഡിൻ്റെ വോളിയം കൂട്ടേണ്ട സാഹചര്യത്തിൽ കൂട്ടാനും കുറയ്ക്കേണ്ട സാഹചര്യത്തിൽ കുറയ്ക്കാനും ഒക്കെ ഈ മൊബൈൽ ഫോണിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ആപ്പുകൾ വഴി നമുക്കിപ്പോൾ സാധ്യമാണ്. ബാറ്ററി മാറ്റുന്നതായിരുന്നു ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുന്നതിനുള്ള പ്രധാന ബുദ്ധിമുട്ട്. പുതിയ സാങ്കേതിക വിദ്യയിൽ ഇതിനെന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ ബാറ്ററി ഓപ്പറേറ്റഡ് ഹിയറിംഗ് എയ്ഡായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സാധാരണയായിട്ട് നിലവിലുള്ളത്. അതായത് ഒരു 3, 4, 5 വർഷങ്ങൾക്ക് മുമ്പ് ബാറ്ററി ഓപ്പറേറ്റഡ് ഹിയറിംഗ് എയ്ഡ് മാത്രമേ വിപണിയിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ റീചാർജബിൾ ടെക്നോളജിയുടെ കാലമാണ്. അതായത് ബാറ്ററി ഓപ്പറേറ്റഡ് ഹിയറിംഗ് എയ്ഡ് ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി തുടങ്ങി. ഇപ്പം റീചാർജബിൾ ടെക്നോളജി ഹിയറിംഗ് എയ്ഡ്സ് ആണ് എല്ലാ വിഭാഗത്തിലും വരുന്നത്. ഞാൻ പറഞ്ഞ ഉദാഹരണത്തിന് ചെവിൻ്റെ പുറകിൽ വെക്കുന്ന ഹിയറിംഗ് എയ്ഡ്, BT എന്ന് പറയുന്ന വലിയ ഹിയറിംഗ് എയ്ഡ്, ചെവിൻ്റെ പുറകിൽ തന്നെ വെക്കുന്ന ചെറിയ ഹിയറിംഗ് എയ്ഡ്, റിസീവർ ഇൻ ദ കനാൽ ഹിയറിംഗ് എയ്ഡ്സ്, ഇതിലും ആയിരുന്നു സാധാരണയായിട്ട് റീചാർജബിൾ ടെക്നോളജി കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വന്നത്. പക്ഷേ ഇപ്പോൾ ചെവിയുടെ ഉള്ളിൽ വെക്കുന്ന ഇൻവിസിബിൾ ഹിയറിംഗ് എയ്ഡിൽ പോലും റീചാർജബിൾ ടെക്നോളജി വന്നിട്ടുണ്ട്. അതുവഴി നമുക്ക് ബാറ്ററി മാറ്റുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ, ഇനി ബാറ്ററിക്ക് വേണ്ടി ഉള്ള സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ, ഇതൊക്കെ നമുക്കൊരു പരിധി വരെ മറികടക്കാൻ സാധിക്കും റീചാർജബിൾ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുന്നതിലൂടെ. അത് റീചാർജബിൾ ഹിയറിംഗ് എയ്ഡ് സാധാരണയായിട്ട് നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഉറങ്ങുന്ന സമയത്ത് ചാർജിലിട്ടാൽ പിറ്റേ ദിവസം ആകുമ്പോൾ അതെടുത്ത് ഫുൾ ചാർജ് ആയിരിക്കും, അതെടുത്ത് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ആണ് ചെയ്യുന്നത്. ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടുണ്ടെന്ന് പുറത്തുള്ളവർ അറിയാൻ പലരും ആഗ്രഹിക്കാറില്ല. കാണാൻ കഴിയാത്ത അത്ര ചെറിയ മെഷീനുകൾ ഇന്ന് ലഭ്യമാണോ? തീർച്ചയായിട്ടും കാണാൻ കഴിയാത്തത്ര ചെറിയ ഹിയറിംഗ് എയ്ഡുകൾ ലഭ്യമാണ്. അതിനാണ് പറയുന്ന പേരാണ് ഇൻവിസിബിൾ ഇൻ ദ കനാൽ ഹിയറിംഗ് എയ്ഡ്, IIC എന്ന് പറയുന്നത്. അത് ചെവിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ വെക്കുന്നത്, പ്ലേസ് ചെയ്യുന്നത്. അത് നിർമ്മിക്കുന്നത് ചെവിയുടെ അളവെടുത്താണ്. നമ്മളൊരു ഇംപ്രഷൻ മെറ്റീരിയൽ വെച്ചിട്ട് ഇയർ കനാലിൻ്റെ അളവെടുക്കും. അത് കമ്പനികളുടെ ലാബിലേക്ക് അയച്ചിട്ട് ആ ഷെല്ല് മേക്ക് ചെയ്തിട്ട് ഷെല്ലിൻ്റെ ഉള്ളിലാണ് ഈ ഡിവൈസ് പ്ലേസ് ചെയ്യുക. അപ്പോൾ അതെടുക്കാനും വെക്കാനുമുള്ള ചെറിയൊരു സ്മോൾ ത്രെഡ് ഉണ്ടാവും, ഒരു ഇൻവിസിബിൾ ത്രെഡ് ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്കത് എടുക്കാനും വെക്കാനും സാധിക്കും. പൂർണ്ണമായിട്ടും കാണാത്ത രീതിയിലുള്ള കേൾവി സഹായ ഉപകരണങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. ഹിയറിംഗ് എയ്ഡ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെഷീൻ വാങ്ങിയാൽ മാത്രം മതിയോ അതോ കൃത്യമായ ഫിറ്റിംഗ് ആവശ്യമാണോ?
തീർച്ചയായിട്ടും നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു ഹിയറിംഗ് എയ്ഡ് വാങ്ങിയാൽ കേൾവിക്കുറവിനുള്ള ഒരു ശാശ്വത പരിഹാരം ഒരിക്കലും ആവുന്നില്ല. മുന്നേ പറഞ്ഞ പോലെ തന്നെ എത്ര ശതമാനം കേൾവിക്കുറവുണ്ടെന്ന് നോക്കി നമ്മൾ വാങ്ങിക്കുന്ന ഹിയറിംഗ് എയ്ഡ് നമുക്ക് അനുയോജ്യമായതാണോ, നമ്മളുടെ കേൾവിക്കുറവിന് അനുയോജ്യമായതാണോ എന്നുള്ളതാണ് ആദ്യം കണ്ടെത്തേണ്ടത്. അത് പരിശോധനയിലൂടെ മാത്രമേ കണ്ടെത്താൻ സാധിക്കുള്ളൂ. രണ്ടാമതായിട്ട് ഈ ഹിയറിംഗ് എയ്ഡുകൾ നമ്മളുടെ കേൾവിക്കുറവിനനുസരിച്ച് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളത് നോക്കണം. അങ്ങനെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് പ്രോഗ്രാം ചെയ്യാൻ പറ്റുമ്പോഴേ ശബ്ദത്തിന് വ്യക്തത വരുന്നുള്ളൂ. ഉദാഹരണത്തിന് 50% കേൾവിക്കുറവുള്ള ഒരാൾ 90% കേൾവിക്കുറവുള്ള ഒരാൾക്ക് വേണ്ട ഹിയറിംഗ് എയ്ഡ് എടുത്തു വെച്ചാൽ ആവശ്യത്തിൽ കൂടുതൽ ശബ്ദം ചെവിയിലേക്ക് വന്നിട്ട് ഉള്ള കേൾവി കൂടി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അതാണ് സാധാരണ ഈ പുറത്തുനിന്നൊക്കെ കൊണ്ടുവരുന്ന പരിശോധിക്കാതെ കൊണ്ടുവരുന്ന ഉപകരണങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ സംഭവിക്കാറുള്ളത് അതാണ്. അതിൻ്റെ വിപണനവും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ സത്യത്തിൽ നിയമപ്രകാരം നിരോധിച്ചതാണ്. കാരണം കുറേ ആളുകൾക്ക് ഈ ഇതുപോലുള്ള ഉപകരണങ്ങൾ വെച്ചിട്ട് ഉള്ള കേൾവിയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേൾവി പരിശോധിച്ചിട്ട് കൃത്യമായി പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ഹിയറിംഗ് എയ്ഡുകളെ ഉപയോഗിക്കാവുന്നുള്ളത് ഗവൺമെൻറ് നിയമപ്രകാരം നിഷ്കർഷിച്ചുകൊണ്ട്. എന്നാലും അതൊന്നും അത്ര സ്ട്രിക്റ്റ് ആവാത്തതുകൊണ്ട് യൂണിവേഴ്സലി ഫോളോ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സാറിൻ്റെ വിലപ്പെട്ട സമയത്തിന് നന്ദി. താങ്ക് യു സോ മച്ച്.